അപ്പോൾ മുട്ടത്തോടിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് മുട്ടയെക്കുറിച്ച് സംസാരിക്കാം. ഒരു ദിവസം ഒരാൾ 2 മുട്ട വെച്ച് കഴിക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 7 മുട്ട ഒരുമിച്ച് പുഴുങ്ങിയെടുക്കാവുന്ന ഒരു എഗ് ബോയിലർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഓൺലൈനിൽ വാങ്ങിയതാണ്. അതാണ് ഞാൻ വളരെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടയുടെ ഒരു ഭാഗത്ത് സൂചി കൊണ്ടൊന്ന് കുത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അപ്പോൾ 3 വലിയൊരു അളവ് പാത്രം കിട്ടും. അതിൽ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അത് എത്രത്തോളം വേവുന്നു എന്നുള്ളത് നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ കലത്തിലൊക്കെ ഇത് വേവിക്കുന്ന സമയത്ത് കൂടുതൽ നേരം ഇട്ട് തിളപ്പിച്ച് മുട്ട റബ്ബർ ബോൾ പോലെയാവും. ആ രീതിയിൽ മുട്ട ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു മീഡിയം, ലോ, ഹൈ എന്നീ രീതിയിൽ 3 രീതിയിൽ ഇതിൽ നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കാം. ഇത് മുട്ട വെച്ചിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ലൈറ്റ് തെളിയും. ആ ലൈറ്റ് വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ആളൊന്നും അതിൻ്റെ അരികത്ത് വേണമെന്നില്ല. അത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ടോപ്പ് എടുത്ത് മാറ്റി അത് വെള്ളത്തിലേക്ക് എടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് വേണ്ട ഒരു 7 മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞു. ഇനി ഈ മുട്ടയുടെ തൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 8 മുട്ട, ഇല്ലേ പോട്ടെ 4 മുട്ടയുടെ തൊണ്ടെങ്കിലും വീട്ടിലുണ്ടാവും. ഇത് നമ്മൾ സാധാരണ എന്താ ചെയ്യാം, വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിടും. അതുവഴി തെങ്ങിൻ ചോട്ടിലൊക്കെ കൊണ്ടുപോയിടാറാണ് പതിവ്, അല്ലേ? അങ്ങനെ ചെയ്യാതെ ഒരു ഹാർഡ് ബോർഡ് ബോക്സ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ചതിന് ശേഷം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് അത് വെള്ളം ചേർക്കാതെ അടിക്കുക. അടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു പൗഡർ പരുവത്തിലേക്ക് ഇത് വരുന്നതാണ്. മിക്സിയുടെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം വളരെ ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടാനായിട്ടും ഇത് ഉപകരിക്കും. അടിച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പൗഡർ പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇനി ഈ പൗഡർ എന്താ ചെയ്യണമെന്നുള്ളതല്ലേ, ഇത് നമുക്ക് ചെടികളുടെയൊക്കെ ചുവട്ടിലിടുക. അതേപോലെ തന്നെ കൊണ്ടൽ കൃഷി ഉണ്ടെങ്കിൽ അതിലൊക്കെ കൊണ്ടിടുക. ഇത് ചെടികളുടെ കാൽസ്യത്തിൻ്റെ ഷോർട്ടേജൊക്കെ പരിഹരിക്കാനും നല്ല വിളവ് കിട്ടാനായിട്ടും സഹായിക്കും. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ജാറൊന്ന് കഴുകി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ജാറ് വളരെ ഡീസൻ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.